അടുത്തതായിട്ട് എൻ്റെ ഭാരതം യേശുവെ അറിഞ്ഞിട്ടേ. നമ്മളെല്ലാവരുടെ പ്രാർത്ഥനാ വിഷയമാണ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സും കർത്താവ് യേശു ക്രിസ്തു അറിയണമെന്നുള്ളത്. അത് കർത്താവ് നൽകിയ ഒരു കൽപ്പനയാണ്, നമ്മൾ ഗോസ്പൽ അറിയിക്കുക എന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും സമയം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് റിമൈൻഡറാണ് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു സോങ് ഡിസ്പ്ലേ കേൾപ്പിക്കും, ഓരോ സ്റ്റേറ്റ് റെപ്രസെന്റേറ്റീവ് വരുന്നതായിരിക്കും. ഇതൊരു പ്രോഗ്രാമായിട്ട് കാണരുത്, ഇതൊരു പ്രയറായിട്ട് കാണുക. പ്രേ ഫോർ ഇന്ത്യ. യേശുവേ അറിഞ്ഞിടട്ടെ, എൻ്റെ യേശുവിൻ വചനം കേട്ടിടട്ടെ, രക്ഷയിൻ മാർഗം ഗ്രഹിച്ചിടട്ടെ, ഏവരും യേശുവെ വണങ്ങിടട്ടെ, രക്ഷയിൻ മാർഗം ഗ്രഹിച്ചിടട്ടെ, ഏവരും യേശുവെ വണങ്ങിടട്ടെ. കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഝാർഖണ്ഡ്, ബംഗാൾ, സിക്കിം, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, അരുണാചൽ, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ജമ്മു ആൻഡ് കാശ്മീർ, പുതുച്ചേരി, ലക്ഷദ്വീപ്, ദമൻ ആൻഡ് ദീവ്, ദാദ്ര നഗർ ഹവേലി, ആൻഡമാൻ നിക്കോബാറും ചണ്ഡീഗഡും യേശുവെ അറിഞ്ഞിടട്ടെ, യേശുവിനായി തീരട്ടെ, യേശുവെ അറിഞ്ഞിടട്ടെ, യേശുവിനായി തീരട്ടെ. അന്ധവിശ്വാസങ്ങൾ തകർന്നിടട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ, ജാതീയ മതിൽ കെട്ടും തകർന്നിടട്ടെ, ഉച്ചനീചത്വങ്ങൾ തകർന്നിടട്ടെ, അന്ധവിശ്വാസങ്ങൾ തകർന്നിടട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ, ജാതീയ മതിൽ കെട്ടും തകർന്നിടട്ടെ, ഉച്ചനീചത്വങ്ങൾ തകർന്നിടട്ടെ, ഭാരതം രക്ഷകനെ കണ്ടിടട്ടെ, നിത്യജീവൻ സ്വന്തമാക്കിടട്ടെ, ഭാരതം രക്ഷകനെ കണ്ടിടട്ടെ, നിത്യജീവൻ സ്വന്തമാക്കിടട്ടെ. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഝാർഖണ്ഡ്, ബംഗാൾ, സിക്കിം, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, അരുണാചൽ, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ജമ്മു ആൻഡ് കാശ്മീർ, പുതുച്ചേരി, ലക്ഷദ്വീപ്, ദമൻ ആൻഡ് ദീവ്, ദാദ്ര നഗർ ഹവേലി, ആൻഡമാൻ നിക്കോബാറും ചണ്ഡീഗഡും യേശുവെ അറിഞ്ഞിടട്ടെ. ഈ പ്രോഗ്രാമിന്റെ പുറകെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു അനുഗ്രഹിക്കുന്ന ടെസ്റ്റ് മണി ഞാൻ കേട്ടത്, ഒരു 3 മിനിറ്റ് ഉള്ളത്. ആ ടെസ്റ്റ് മണി ചർച്ച ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തായിരുന്നു, അതിന് ശേഷം തോന്നി അപ്ഡേറ്റ് ചെയ്യേണ്ടായിരുന്നു. പക്ഷെ അതിന്റെ പുറകിൽ അതിന്റെ ഹിസ്റ്ററി അത് ഞാൻ കുറെ സെർച്ച് ചെയ്തു, റിയൽ ആണോ അത് ഫേക്ക് ആണോ എന്ന്. അതിൽ കുറെ ഹൃദയം തകർന്ന കുറെ കാര്യങ്ങൾ അതിനകത്ത് കിട്ടി. അതിനെ ഒരു ടെസ്റ്റ് മണിയാക്കി ഇപ്പോൾ ഡിസ്പ്ലേ കാണിക്കും. എൻ്റെ ഒരു സ്നേഹിതൻ കുന്നംകുളക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ പേര് ക്രിസ്പിന്ന. ഒരു നല്ല കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു സഹോദരൻ. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ അറിയാം അങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരാളാണ്. ഒരു ദിവസം അദ്ദേഹം ഇപ്പോൾ
ബീഹാറിൽ കർത്താവിൻ്റെ വേല ചെയ്യുക. ഒരു ദിവസം ഈ ക്രിസ്പിൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങൾ നേപ്പാളിൽ കർത്താവിൻ്റെ വേലയ്ക്കായി പോകുമ്പോൾ യാത്രാമധ്യത്തിൽ ബീഹാറിൻ്റെ നോർത്തേൺ ഭാഗത്ത് ദർഭംഗ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഒരു സ്ഥലത്ത് വരെ പോകണമായിരുന്നു. അതുകൊണ്ട് അവിടെ സുവിശേഷ വേല ചെയ്യുന്ന ജോൺ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയി. എനിക്ക് ടോയ്ലറ്റ് ആവശ്യമായിരുന്നു. ഞാൻ ജോണിനോട് ചോദിച്ചു, ടോയ്ലറ്റ് എവിടെയാണെന്ന്. ജോൺ പറഞ്ഞു, അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. ക്രിസ്പിൻ ആ ടോയ്ലറ്റിൻ്റെ അടുത്ത് പോയിട്ട് തനിക്ക് ആ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. കാരണം അത് ഇന്നത്തെ നിലയിലുള്ള ഒരു ടോയ്ലറ്റ് അല്ല. പട്ടണത്തിൽ താമസിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് എനിക്ക് അറിയത്തില്ല. ഗ്രാമങ്ങളിലൊക്കെ പണ്ട് കാലത്ത് ഈ ആധുനിക ഉണ്ടാക്കുന്ന ടോയ്ലറ്റുകൾക്ക് അപ്പുറത്ത് വീടുകളിലൊക്കെ ഉപയോഗിച്ച ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലുള്ള ഒരു സംവിധാനമാണ് ജോൺ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ്. ക്രിസ്പിൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, എനിക്കതിൽ പോകാൻ പറ്റിയില്ല. ഇനി ജോൺ ആരാന്നറിയണ്ടേ? 30 വർഷമായി ജോൺ ബീഹാറിൽ കർത്താവിൻ്റെ വേല ചെയ്യുക. 26 വയസ്സുള്ളപ്പോൾ വന്നതാണ്. എവിടുന്നാ വന്നതെന്ന് കേൾക്കണം. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്ന്. വെള്ളക്കാരനാ, മലയാളിയല്ല. കഴിഞ്ഞ 30 വർഷമായി ജോൺ ഈ ദർഭംഗയിൽ കർത്താവിൻ്റെ വേല ചെയ്യുക. 26 വയസ്സുള്ളപ്പോൾ ഇവിടെ വന്നതാണ്. വിവാഹം കഴിക്കാൻ മറന്നുപോയി. ഫ്ലോറിഡയിൽ ജനിച്ചു പറഞ്ഞ വെള്ളക്കാരൻ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് മലയാളിയായ നമുക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യം. ഇത് സഹിച്ചു നിൽക്കുന്നതിൻ്റെ പേരാ നിത്യതയുടെ വെളിപ്പാടകത്ത് കയറിയെന്നുള്ള. 2 വർഷം മുമ്പ് ജോണിൻ്റെ വിസ ഇന്ത്യ ഗവൺമെൻറ് ക്യാൻസൽ ചെയ്തു. കാരണം വിദേശിക്ക് ഇവിടെ അങ്ങനെയുള്ളൊരു പ്രവർത്തനം നടത്താനുള്ള നിയമമില്ല. തന്നെ നാട് കടത്തി വിടുന്നു. താൻ ഇന്നും തിരിച്ച് ഫ്ലോറിഡയിലേക്ക് പോകാതെ നേപ്പാളിൽ വിസ സംഘടിപ്പിച്ച് അവിടെ നിൽക്കുകയാണ്. നേപ്പാളിൻ്റെ ബോർഡറിലായിരുന്നു താൻ വേല ചെയ്തുകൊണ്ടിരുന്നത്. നേപ്പാളിലും ബീഹാറിൻ്റെ ആ ബോർഡറിലുമായിട്ട് ഇന്നും കർത്താവിൻ്റെ വേല ചെയ്യുക. പോകാത്തത് എന്താണെന്നറിയാമോ? തൻ്റെ ഉള്ളിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം, താൻ കണ്ട നിത്യതയുടെ കനം, താൻ അനുഭവിക്കുന്ന ജയത്തിൻ്റെ ഉത്സവം. ഈ ടെസ്റ്റിമണി ആദ്യം കേട്ടപ്പം വിശ്വസിക്കാൻ ഡിഫിക്കൽട്ടാണ്. ഒരു ഫോറിനർ വന്നിട്ട് 30 വർഷമായിട്ട് ഇന്ത്യ വർക്ക് ചെയ്യുന്നെന്ന് പറയും, മിനിസ്റ്റർ ചെയ്യുന്ന പറയുമ്പോൾ അതിൻ്റെ റിയാലിറ്റി അന്വേഷിച്ചപ്പോൾ ബീഹാറിൽ പാസ്റ്ററിനെ കോൺടാക്ട് ചെയ്തു. ആ പാസ്റ്റർ വേറൊരു പാസ്റ്റർ കോൺടാക്ട് നമ്പറിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ഈ മനുഷ്യൻ 30 വർഷമായിട്ട് ഒറ്റ റൂമിൽ ഇന്റർനെറ്റ് കണക്ട് ചെയ്യാൻ പറ്റാത്ത കീപാഡ് മാത്രം യൂസ് ചെയ്യുന്ന ഫോൺ, ഒരു സൈക്കിൾ, ആ ഏരിയയിൽ മൊത്തം കർത്താവിന്റെ സുവിശേഷം അറിയിക്കുകയും അനേക ക്രിസ്തുവിട്ട് നയിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ. വീണ്ടും ചിന്തിച്ചു, ഇന്ത്യ ഗവൺമെന്റ് വിസ ക്യാൻസൽ ചെയ്തപ്പം നോർമലി ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും ഐ വിൽ ഗോ ബാക്ക് ടു മൈ ഹോം. ഒരുപക്ഷെ പുള്ളിക്ക് തിരിച്ച് അമേരിക്കയിൽ പോകായിരുന്നു. പുള്ളി അവിടെ പോയി നേപ്പാളിൽ ഇപ്പൊ എവിടെന്ന് അന്വേഷിച്ചു. ഒരു പ്രത്യേക വിഭാഗം തുണിയൊന്നും ധരിക്കാതെ എലി മാത്രം ചുട്ട് കഴിക്കുന്ന വിദ്യാഭ്യാസം ഇല്ലാത്ത മേഖലയിൽ പോയിട്ട് ആ ദൈവദാസ് ഇപ്പോഴും വർക്ക് ചെയ്യും യേശുവിന് വേണ്ടിയിട്ട്. സോ ഇങ്ങനെ ഒരു ടെസ്റ്റ് മണി ഉള്ളപ്പം അതിനെക്കാട്ടും ഒരുപക്ഷെ ഞങ്ങളില്ലേ ഈ ഏറ്റവും മുമ്പ് യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് സിസ്റ്റം ഞങ്ങൾ സെർച്ച് ചെയ്ത് ഗൂഗിളിൽ, അതോടൊത്തില്ല. ഇപ്പൊ കണ്ടതുപോലെ ഒന്നും അല്ല കേട്ടോ, ഇതിനെക്കാൾ ഡിഫിക്കൽട്ടാ. അത്രയും കഷ്ടം സഹിച്ച് ദൈവത്തിന്റെ പേര് ദൈവദാസൻ. ഇപ്പൊ ഒരു മിനിറ്റ് നമുക്ക് ആയിരിക്കും സമയത്ത് ദൈവദാസൻ മുന്നോട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ നിങ്ങൾ ഗോസ്പൽ കാർഡ് ഷെയർ ചെയ്യും ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാ സ്റ്റേറ്റ്സിന്റെ പേരുമുണ്ട്. നിങ്ങൾ ഒരു ദിവസം ഒരു നേരം ഒരു കരം വെച്ച് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സോ പ്ലീസ് ദേവദാസൻ മുന്നോട്ട് വിളിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഇത്ര നേരം നമ്മൾ ഇരിക്കുകയായിരുന്നല്ലോ. നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വ്യത്യസ്തമായ കൾച്ചറിൽ ജീവിക്കുന്ന ഓരോ സ്റ്റേറ്റുകളെയും ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. 28 സ്റ്റേറ്റുകളെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളെയും ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സ്റ്റേറ്റുകളുമേലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങേണ്ടതിനായി, ദൈവ മഹത്വം വെളിപ്പെടേണ്ടതിനായി നമ്മളിവിടെ ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇന്ത്യയിലെ ഓരോ മിഷണറിമാരും ഈ ദിവസങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിധകൾ, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അനേകർ ജയിലറുകളായിരിക്കുന്നു. അനേക സ്വാതന്ത്ര്യമായിട്ട് ആരാധിപ്പാൻ കഴിയുന്നില്ല.
നമുക്ക് ഇത്രമാത്രം സ്വാതന്ത്ര്യത്തോടെ ഈ രാജ്യത്ത് നമ്മുടെ കർത്താവിനെ ഉയർത്തുവാൻ കഴിയുന്നെങ്കിൽ നമ്മുടെ ഭാരതത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഭാരതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താവേ, ഞങ്ങളുടെ കർത്താവ് ദേശത്തോട്, ഞങ്ങളുടെ രാജ്യത്തോട് അങ്ങ് മനസ്സിലിയണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഓരോ സ്റ്റേറ്റുകളെയും ഞങ്ങൾ കർത്താവ് അങ്ങയുടെ കരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള ഭരണാധികാരികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഓരോ സ്റ്റേറ്റുകളിലെ കർത്താവ്, ഗ്രാമങ്ങൾക്കായി, പട്ടണങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. അവിടേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഇറങ്ങണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പാ. ജയിലറകളിൽ കർത്താവ് മിഷണറി പ്രവർത്തനങ്ങളും വിവിധമായ കർത്താവ് സുവിശേഷങ്ങൾ അറിയിക്കുന്ന കർത്താവ് ദൈവദാസന്മാർക്കായി, ദൈവമക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് രാത്രികാലം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം ഇന്ത്യയുടെ മണ്ണിലേക്ക് കർത്താവേ അങ്ങ് വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കഴിഞ്ഞ കാലങ്ങളിൽ വന്ന കർത്താവേ, പ്രവർത്തിച്ച വിദേശ മിഷണറിയൊക്കെ ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അവർ കൊടുത്ത വലിയ ദർശനത്തിനായി സ്തോത്രം. അതടികളുടെ ജീവിതത്തിലേക്ക് കൈമാറി മിഷണറിമാരെ ദൈവം കർത്താവിടെ എല്ലാം വാർത്തെടുത്തോർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യയിൽ ഒരു വലിയ ഉണർവ് വഹിക്കാമതിനായി സ്തോത്രം കർത്താവ്. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് എല്ലാത്തിലും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. Pray for India, pray for India, pray for India. Mera India, apna India. You love India, I love India, we love India. Pray for India, pray for India, pray